ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ഇതൊരു ആൻറ്റിക് സ്റ്റൈലിലുള്ള ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ടിഷ്യൂവും ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ നമ്മളിതിൽ അതൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം വേറൊരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്ന് വീഡിയോ ഡിലീറ്റ് ആയി പോയി, അതുകൊണ്ടാണ് കേട്ടോ പിക്ചർ കാണിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ചായല ഉണ്ടല്ലോ, ചായ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ചായല നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂവിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് വാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഉണങ്ങാൻ വെക്കുക കേട്ടോ. വാർണിഷും ഉണങ്ങാൻ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഗോൾഡോ ആൻഡ് ആൻറ്റിക് കളർ പെയിൻറ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനൊന്ന് നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഈ ഒരു എഫക്റ്റിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ടീ പൗഡർ ജസ്റ്റ് വാർണിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. പക്ഷെ ഞാനിവിടെ ഒരു ആൻറ്റിക് ലുക്കാണ് ആലോചിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ആവില്ല. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ആവുള്ളൂ. ബാക്കി നമ്മുടെ ആ ചായലയുടെ നല്ല വാർണിഷും കൂടെ ചെയ്തപ്പോൾ നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ വാർണിഷിങ്ങും ആർട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചായല വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചായ വെച്ചിട്ട് ബാക്കി നമ്മൾ കളയുന്ന ആ ചായല ഉണ്ടല്ലോ, അത് നമ്മൾ ഉണക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മണിമണി പോലത്തെ ചായലയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ബോട്ടിലിൽ ചിലപ്പോൾ 1-2 കോട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഓരോ കോട്ടും ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കേട്ടോ. അതിനുശേഷം നമ്മൾ വാർണിഷ് ചെയ്യണം. വാർണിഷിങ് മസ്റ്റാണ്. എന്താ വെച്ചാൽ ഈ ചായലൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വാർണിഷ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികളൊക്കെ വന്നിരിക്കാനും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വുഡ് വാർണിഷാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വുഡ് വാർണിഷ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്താലും മതി കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ നല്ലത് നമ്മുടെ വാർണിഷ് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഒരു ആൻറ്റിക് കളറും ഗോൾഡ് കളറും കൂടെ അക്രിലിക് കളേഴ്സും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഫിംഗറിൽ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് മാറുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് എവിടെയൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിന് പകരമായിട്ട് വേറെ ഏത് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അധികം പെയിൻ്റൊന്നും നമുക്ക് ചിലവുമില്ല, ചെറുതായിട്ട് ഇങ്ങനെയല്ലേ ആക്കുന്നുള്ളൂ. അപ്പോൾ അധികം പെയിൻ്റൊന്നും ആവശ്യമില്ല. നമ്മളൊരു ബോട്ടിലടിക്കുന്ന അത്രയും പെയിൻ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ആകെ ഒരു ശരിക്കും പറയാൻ വെച്ചാൽ 3-4 ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ആ ബ്രൗൺ കളർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് സിൽവർ ലുക്കും ആക്കിയെടുക്കാം, സിൽവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ഗ്ലൂ അങ്ങ് മുകളിൽ അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ വാർണിഷ് ഉണങ്ങുന്നതിന് മുന്നായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ അതായാലും മതി. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രയോൺസ് പൊടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ക് പൗഡേഴ്സ് പൊടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നമ്മൾ ചെയ്തെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കോഫി പൗഡറും വാർണിഷും ചെയ്ത് വെച്ചാലും ഒരു ബ്രൗൺ കളർ എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കണ്ടോ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം വേണം എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം കുറച്ച് പെയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇത്രയും ചെയ്യാനായിട്ട് ഒരു 5-6 ഡ്രോപ്പ് മതി ശരിക്കും. നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ആക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ചിലവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആൻറ്റിക് ലുക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഗോൾഡും ആൻറ്റിക് കളറും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കളർ മാത്രമായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ കളേഴ്സ് വേറെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ ചെയ്തതിന് ശേഷം ബോട്ടിലിന് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഒരു സംഭവം കൂടെ ഇതിൽ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ ലുക്ക് കിട്ടാനായിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ മുകളിലിരിക്കുന്ന സംഭവമില്ലേ അതാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഇതിലൊന്ന് പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുമ്മേ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഫ്ലവർ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഫ്ലവറോ അതിൻ്റെയൊക്കെ ഞാൻ വേറെ പിക്ചർ ഇട്ടിട്ട് ബോട്ടിലാട്ടിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ളതോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 2 കളർ ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു 2 കളർ കൊടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോട്ടിലായിട്ട് നമുക്ക് കിട്ടി കണ്ടോ. അപ്പോൾ ഒരു ആൻറ്റീക് സ്റ്റൈലിൽ കിട്ടി. ഇനിയിപ്പോൾ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഫ്ലവർ ഒന്നും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ വേസ് പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും FB ഐഡിയും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് സെൻഡ് ചെയ്ത് തരണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.